തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തൃശൂർ മേയർ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നതിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു. മേയർ BJPയിലേക്കെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുമെല്ലാം തന്നെ വാർത്തകളും വന്നിരുന്നു. ഇത് ഇടതുമുന്നണിക്ക് മുന്നിൽ വലിയ ആശങ്കയും സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി പ്രചരണത്തിനിറങ്ങില്ല എന്ന തൃശൂർ മേയർ MK വർഗീസിന്റെ പ്രഖ്യാപനം. ഇന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയുമെന്നും ഇപ്പോൾ സ്വതന്ത്രനായാണ് നിൽക്കുന്നതെന്നുമായിരുന്നു ആ പ്രഖ്യാപനത്തിൽ ഒന്ന്. ആർക്കാണ് തന്നെ ആവശ്യം എന്നതനുസരിച്ച് 3 മാസത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും MK വർഗീസ് പറഞ്ഞു. തന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആര് സമീപിച്ചു കഴിഞ്ഞാലും അവരുടെ കൂടെ മുന്നോട്ട് പോകുമെന്ന് MK വർഗീസ് വ്യക്തമാക്കി. 5 വർഷം കൊണ്ട് പുതിയ തൃശ്ശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ. സ്വതന്ത്രനായാണ് താൻ വന്നത്. ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കടുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല എന്നും സ്വതന്ത്രനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അഴിമതിരഹിതമായ കുറെ വികസനം നടത്താൻ പറ്റി. അതിന്റെ ബോധ്യം ഇടതുപക്ഷത്തിനും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം 5 വർഷം തനിക്ക് കിട്ടിയതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കുമെന്നും ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കുമെന്നും പിന്നെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ MK വർഗീസിന്റെ ഈ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് എത്തിയിരുന്നു. സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഏറെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 24-24 എന്ന നിലയിലായിരുന്നു LDFും UDFും. ഇതിനൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ചു വന്ന MK വർഗീസും എത്തിയപ്പോഴാണ് LDFന് ഭരണം ലഭിച്ചത്. 2.5 വർഷം മേയർ സ്ഥാനം, അതിനുശേഷം CPMലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നതായിരുന്നു ധാരണ. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാൻ MK വർഗീസ് തയ്യാറായില്ല. മേയറെ മാറ്റിക്കഴിഞ്ഞാൽ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് KM വർഗീസിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഒല്ലൂരിലോ തൃശ്ശൂരിലോ മത്സരിക്കാൻ തന്നെ ക്ഷണിക്കുന്ന കക്ഷിക്കൊപ്പം അദ്ദേഹം പോകുമെന്നാണ് നിലവിലത്തെ സൂചന.